ഫിയോൺ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന തെച്ചിക്കോട്ടയാണ്. ഞാൻ ഒരു 10-40 ദിവസത്തെ അവധി പറഞ്ഞായിരുന്നു. ഇതിൻ്റെ മാനുഫാക്ചറിങ് എല്ലാം കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. ഇതേ ഷെയ്ഡിൽ തന്നെ തെച്ചിക്കോട്ടയിൽ പുൽക്കാരി വർക്കാണ് ഓൾ ഓവർ ഈ സാരിയിൽ വരുന്നത്. അതുപോലെ സൈഡിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ്. ഇങ്ങനെയാണ് ഇത് ലോവർ പോർഷനിലും അതുപോലെ തന്നെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനിലുള്ള ഡിഫറൻസ് ഉണ്ട്, അതുപോലെ കളറിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഉണ്ടോ, പല്ലു ഇങ്ങനെ വരുന്നു. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വരുന്നത്. ഇങ്ങനെയാണ്. ഞാനിതിന് മുന്നേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലും അതുപോലെ ഡിഫറെൻറ്റ് ഡിസൈനിലുമാണ്. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണിത്. ഇതിൻ്റെ സൈഡിൽ ഒരു പീച്ച് ആൻഡ് ലൈറ്റ് പീച്ച് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ഇതിൻ്റെ ലീവ്സ് ഒരു ഗ്രീൻ ഷെയ്ഡിലുമാണ് വരുന്നത്. രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നു. ഈ സൈഡിൽ നമ്മൾ ഈ കുത്തുന്ന പോർഷൻ വരെ, അതായത് ഇങ്ങോട്ട് ഇച്ചിരിയോടെ കയറിയാട്ടോ വരുന്നത്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെയും വരുന്നു. ഇങ്ങനെയാണ് ഇത് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള ഡിസൈനാണ് ഈ വരുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഉണ്ടോ, ഈ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ലോവർ പോർഷനിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നു. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നു. ഇത് കട്ട് വർക്കും, ഇതുണ്ടോ കട്ട് വർക്ക് വരുന്നു. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. നമുക്ക് വെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ എങ്ങനെ വേണേലും ഏത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. യൂണിഫോമായിട്ടും നമുക്കിത് ഇപ്പോഴുണ്ട്. പിന്നീട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ഇത് യൂണിഫോമായിട്ടായാലും എനിക്ക് തരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2560 ഇത് മറ്റൊരു ഷെയ്ഡിലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇത് പിങ്ക് ഷെയ്ഡാണ്. പിങ്കിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് പിങ്ക് ആയിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും ലോവർ പോർഷനിൽ ഈ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ആ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലെ ഈ പുൽക്കാരി വർക്ക് പല ഡിസൈനിലാട്ടോ. അത് ഒരേ ഡിസൈനിലാവില്ല, പല ഡിസൈനിലാണ് ഈ ഡിസൈൻ വരുന്നത്. പല ഡിസൈൻ അതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ്. ഇതിൻ്റെ പല്ലു വരിക ഓൾ ഓവർ ഇങ്ങനെയാണ് വരിക. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പിന്നെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. കട്ട് വർക്ക് വരുന്നുണ്ട്, ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ പിങ്ക് ഷെയ്ഡിലാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെയാണ് വരിക. ഇതിലാണ് കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു. അതോടെ ഒരു സ്കാലപ്പോട് കൂടി കട്ട് വർക്ക് വരുന്നു, ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. റേറ്റ് 2560. ഇതും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട്. ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു സ്റ്റെമ്മും ലീവ്സും ഒക്കെ ഗ്രീൻ ആയിട്ട് വരുന്നു. ഇങ്ങനെയാണ് രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഞാൻ 1 ലെയർ ആയിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഞാൻ പറഞ്ഞല്ലോ, ഈ പുൽക്കാരി വർക്ക് പല ഡിസൈനിലാണ് സാരിയിൽ വന്നിരിക്കുന്നത്. പല ഡിസൈൻ തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. അത്രയും വലിപ്പത്തിൽ ആ ഡിസൈൻ വരുന്നില്ല, സ്വല്പം ചെറുതായിട്ടാണ് വരിക. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണിത്. ഇതിൽ സെൽഫായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഈ ലാവൻഡർ ഷെയ്ഡിൽ ഇച്ചിരി തിക്കായിട്ട് വർക്ക് വരിക. ഇങ്ങനെയാണ് പല്ലു വരുന്നത്.
റേറ്റ് 2560. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ ഫുൾക്കാരി വർക്ക് വരുന്നു. തെച്ചിക്കോട്ടെ തന്നെയാണ് ഈ സാരി വരുന്നത്. രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. ഈ സൈഡിൽ ഈ കുത്തുന്ന ഭാഗത്ത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വരിക. ബോഡി ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ആ വർക്ക് വരുന്നു. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഫുൾക്കാരി വർക്കാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഡിസൈൻ. കട്ട് വർക്ക് വരുന്നു. ഒരു ബ്ലൂ ഷെയ്ഡ് ഉള്ള എംബ്രോയിഡറി വർക്കും സെൽഫ് എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നു. അതുപോലെ കട്ട് വർക്കും കൂടെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നു. റേറ്റ് 2560. നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്. ഇതിൻ്റെയും സൈഡിൽ എംബ്രോയിഡറി വർക്ക് വരുന്നു, കട്ട് വർക്ക് വരുന്നു. ഫുള്ളായിട്ടും ഫുൾക്കാരി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒന്ന് വാഷ് ചെയ്യാനും വലിയ പ്രോബ്ലം ഇല്ലാത്തതാണ്. പിന്നെ സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ചെയ്തില്ലെങ്കിലും യാതൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് ഒരു പാർട്ടി വെയറായിട്ടും എല്ലാം യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെറ്റീരിയലും നല്ലൊരു സാരിയും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ വർക്ക് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് വരിക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഈ കട്ട് വർക്ക് വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങനെ വരും. അത് അങ്ങനെ ആ എല്ലാ സാരിക്കും വരുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരിക. ചെറിയ ഡിസൈനിൽ സൈഡ് കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നു. ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കർക്ക് പോലെയാണ് ഇതിലുള്ള ഈ ഡിസൈൻ വരുന്നത്. ഞാൻ ഇത്ര നേരം കാണിച്ച എംബ്രോയിഡറി വർക്കായിരുന്നു. ഇതിലൊരു ആപ്ലിക് വർക്ക് പോലെയാണ് നമുക്കിതിൻ്റെ ഡിസൈൻ ഫീൽ ചെയ്യുക. ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്, ആ വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ബോർഡർ അങ്ങനെ കട്ട് വർക്കും ഈ ആപ്ലിക് വർക്കും കൂടെ വരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്ത് ഹാഫായിട്ട് തന്നെ ആ വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഈ വർക്ക്. ഇങ്ങനെയാണ് വരിക. ഓൾ ഓവർ ഈ ഡിസൈനും ഇതിൽ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2560. ഇതിൻ്റെ തന്നെ കളറ് സെയിം, പക്ഷേ ഡിസൈനിൽ മാറ്റമുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിലും കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും വരിക. ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വരുന്നത്. സൈഡ് ഫുള്ളായിട്ടും കട്ട് വർക്കും വരുന്നു. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നു. ബോർഡർ വരുന്നു. അതുപോലെ ഹാഫായിട്ട് തന്നെ ആ എംബ്രോയിഡറി വർക്കുകളും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെ പല്ലുവും വരുന്നു. ഇങ്ങനെയാണ് പല്ലു ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ഇതിൻ്റെ തന്നെ ഡിസൈനിൽ മാത്രം മാറ്റം. ഈ ചെയ്തിരിക്കുന്ന വർക്കിൽ മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ വരിക. ഇത് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഫുള്ളായിട്ടും ഇതിൽ ആ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ആ ബോർഡറും വരുന്നു. ഹാഫായിട്ട് ആ എംബ്രോയിഡറി വർക്കും വരുന്നു. ഫുള്ളായിട്ടും ഫുൾക്കാരി വർക്കാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നല്ല കട്ട് വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ ആ കട്ട് വർക്കിൻ്റെ അവിടെ തന്നെ
ആ എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ഇതും പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലവർ വരുന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ്. ആ എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു റോസ് ഫ്ലവറിലാണ് ഇത് വന്നിരിക്കുന്നത്. സൈഡ് സെൽഫ് ഡിസൈന് തന്നെ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. തെച്ചിക്കോട്ട പുൽക്കാരിയാണ് സാരി. പുൽക്കാരി വർക്ക് സാരിയിൽ ഓൾ ഓവർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ബോർഡർ വരുന്നു. അതുപോലെ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നു. ചിലതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് ആ മെറ്റീരിയലിലുള്ളതാണ് കേട്ടോ. അത് മടക്കി അടിച്ച് വിടില്ല. അതപ്പോൾ ഇത് കാണുന്നവർക്ക് ഒരു ഡൗട്ട് തോന്നാറുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഈ സൈഡിൽ ഒരു ചെറിയൊരു ഇതുപോലെ. അത് പ്രോബ്ലം ഇല്ല. നമ്മൾ ഈ കുത്തുന്ന ഈ ഭാഗത്താണ് അത് വരുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും ഈ കട്ട് വർക്ക് വരുന്നത് കാരണമാണ് അങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള ഡിസൈൻ വരുന്നത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ഇതും പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ പിസ്ത ഗ്രീനിൽ പല ഡിസൈനുകളുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞായിരുന്നു, ഒരു ആപ്ലിക് വർക്കിൻ്റെ ഒരു ഫീല് തോന്നുന്ന ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതിലൊരു പിസ്ത ഗ്രീനും അതുപോലെ ഒരു പർപ്പിൾ ഷെയ്ഡും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ആ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ആ എംബ്രോയ്ഡറി വർക്ക് ഒരു ഇങ്ങനെയാണ് ഓൾ ഓവർ വരിക. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ആകുമ്പോൾ ബോർഡറും വരുന്നു. അതുപോലെ ആ ഡിസൈൻ ഹാഫായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള വേണ്ട സൈഡ് ഒരു സ്കാലപ്പ് വർക്ക് പോലെ ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഡിസൈനും കൂടെ ഫുള്ളായിട്ട് വരുന്നു. ഇങ്ങോട്ടും ഇത് വന്നിരിക്കുന്നു. ഓൾ ഓവർ ആ എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസും ആട്ടോ. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതേലും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നു, കട്ട് വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സ്കാറ്റേർഡായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. രണ്ട് സൈഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. എല്ലാത്തിൻ്റെയും അതാത് കളർ കോമ്പിനേഷൻ അനുസരിച്ചാട്ടോ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള വർക്കാണ് വരിക. ഇതിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തന്നെ ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗമായിട്ടാണ് തന്നെ. അതുപോലെ ഈ സൈഡിലേക്കും ഈ പല്ലുവിൻ്റെ ഈ സൈഡിലേക്കും ഈ വർക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സൈഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ ഈ വർക്കും വരുന്നുണ്ട്. ഇതും പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. അതിൻ്റെ ഡിസൈൻ മാറ്റമുണ്ട്. ആപ്ലിക് വർക്കിലുണ്ട്, എംബ്രോയ്ഡറി വർക്കിലുണ്ട്. പിന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു പർപ്പിൾ ഷെയ്ഡുമായിട്ടാണ്, നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിലാണ് ഞാനിതിപ്പോൾ എല്ലാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞവർക്കായാലും നല്ലൊരു കളറിലാണ്. എല്ലാം ഈ പേസ്റ്റൽ കളേഴ്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ആ കോമ്പിനേഷൻ ആയാലും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും തെച്ചിക്കോട്ടയാണ് മെറ്റീരിയൽ. സോഫ്റ്റായിട്ട് പറന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞാലും ഇത് കണ്ടോ, ഇതിൽ ഫുള്ളായിട്ട് ഈ പുൽക്കാരി വർക്ക് വരുക. അതുകൊണ്ട് ആ ട്രാൻസ്പെറൻസി അവിടെ ഒരു പ്രശ്നമാകുന്നില്ല. അത് അങ്ങനെ വരുന്ന കാരണം ഇങ്ങനെ ഇത് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. പിന്നെ ഹാഫായിട്ടും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്, ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു വരിക. എന്താ പല്ലുവിൽ ആ കട്ട് വർക്ക് വരുന്നുണ്ടോ? ഇങ്ങനെ കട്ട് വർക്ക് വരുന്നു, ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഫുള്ള് വരിക. വിത്ത് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വന്നെ. ഇതുണ്ടോ, ഈ ഡിസൈൻ ഓൾ ഓവർ വരുന്നുണ്ട് ലോവർ പോർഷനിൽ. റേറ്റ് 2560. അപ്പം ഞാനിതിൻ്റെ പല ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. അതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.